Hi friends, welcome to shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ഉള്ളി മുളക് ചമ്മന്തിയാണ് കേട്ടോ. വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ shameeskitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഉള്ളിമുളക് ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 10ഓളം വെളുത്തുള്ളി അല്ലിയാണ്, അതുകൂടി ചേർക്കുകയാണ്. വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് കൂടി ചേർക്കാം. അപ്പോൾ അതിൽ ഒരു വറ്റൽമുളക് വന്നിട്ട് ഇച്ചിരി എരിവ് കുറഞ്ഞിട്ട് കളറുള്ള വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഇച്ചിരി കളർ വരാൻ വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വറ്റൽമുളകും വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മുളകെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി മൊരിഞ്ഞ് വരട്ടെ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. വറ്റൽമുളകും നമ്മുടെ വെളുത്തുള്ളി അല്ലിയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 8 മുതൽ 10 വരെ അളവിൽ നമുക്ക് ചെറിയുള്ളി എടുക്കാവുന്നതാണ്. അത് ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടത് 2 ചെറിയ സവാളയിൽ 2 എടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 മതിയാവും. ആ സവാള ഒന്ന് ഇതുപോലെ റഫായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ചെറിയ ഉള്ളിയും നമ്മുടെ ഈ സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മളത് വറക്കാൻ വേണ്ടി നിൽക്കരുതെങ്കിൽ പിന്നെ നമ്മുടെ ഈ വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലിയെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടില്ല. ആദ്യം നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം വേണം പിന്നീട് സവാളയും ചെറിയുള്ളിയും ചേർക്കാനായിട്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് ഒന്ന് കളറ് മാറി വരട്ടെ. ഒരുപാട് സമയത്ത് വറ്റണം എന്നുള്ള ആവശ്യമില്ല. ഫ്ലെയിം ഈ സമയത്ത് നമുക്ക് ഹൈയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരല്പ സമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സവാളയുടെയും ചെറിയുള്ളിയുടെയും കളറൊക്കെ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു സൈസ് അളവിൽ പുളിയും കൂടിയാണ്. ഒരുപാട് വേണ്ട, ഈ ഒരു അളവിൽ മാത്രമേ പുളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടെ തന്നെ നമ്മുടെ ഈ ചമ്മന്തിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഇതുപോലെ തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. താളിച്ച് ചേർക്കാനായിട്ട് ചെറിയൊരു കടായി ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നും കൂടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു 2 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി നമ്മുടെ ഈ ചെറിയുള്ളിയുടെ ഒരു കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറിക്കിട്ടട്ടെ. ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ മാത്രം കായപ്പൊടിയും കൂടിയാണ്. സ്കിപ്പ് ചെയ്യാതെ ഈ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം നമ്മുടെ ഈ താളിപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഈ താളിപ്പ് നമുക്ക് നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് shameeskitchen ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.